ഈ ഒരു ലോകം ഇപ്പോൾ ഒരു ഡൗൺവേർഡ് സ്പൈറലിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഡിസ്ട്രാക്ഷൻ, ചീപ്പ് ഡോപ്പമീൻ, ഇൻസ്റ്റന്റ് പ്ലഷേഴ്സ്, കംഫർട്ട് മാക്സിങ്, അതായത് എല്ലാം നമ്മുടെ കയ്യിലേക്ക് എത്തും. എല്ലാ സന്തോഷമുള്ള സംഭവങ്ങളും നമുക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട്. ആമസോണിൽ സാധനങ്ങൾ ഇങ്ങോട്ട് വരും, നമുക്ക് കടയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. വി ഹാവ് ഇൻ്റർനെറ്റ്, നമുക്ക് എല്ലാ കാര്യങ്ങളും ആക്സസ് ചെയ്യാൻ പറ്റും. നമുക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്, കണ്ടിന്യൂസ്ലി സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കാം. നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരും പട്ടിണിയിലേക്കോ അല്ലെങ്കിൽ കഷ്ടപ്പാടിലേക്കോ പോകുന്നില്ല. ഫുൾ കംഫർട്ട് മാക്സിങ് ആണ്. സോഷ്യൽ മീഡിയ, ഫുഡ് കമ്പനീസ്, അതുപോലുള്ള ഇൻ്റർനെറ്റ് നമ്മളെ ലേസി, ഡിസ്ട്രാക്റ്റഡ്, ഫാറ്റ് ആയിക്കാണ്ട് ഇങ്ങനെ കൊണ്ടുപോവാണ്. എത്രത്തോളം മനുഷ്യനെ കൂടുതൽ ലേസി ആക്കാൻ പറ്റുന്നോ അങ്ങനെ വരുന്ന കണ്ടുപിടുത്തങ്ങൾ ഇനിയും ഉയർന്നു വരും. ഇനിയും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കൂടി വരേയുള്ളൂ. എല്ലാം ഈസിയായി വരികയുള്ളൂ. കംഫർട്ട് മാക്സിങ് ഇനിയും കൂടി വരേയുള്ളൂ. ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇതാണ്. അതേസമയം ദിസ് ഈസ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ടു ഗെറ്റ് അഹെഡ് ഓഫ് ദ 99%. ഇഫ് യു ഡോണ്ട് നോ മീ, എൻ്റെ പേര് ഈശാം. ഞാനൊരു സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് കണ്ടന്റ് ക്രിയേറ്ററാണ്. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും വീഡിയോസ് ഇടലുണ്ട്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഞാൻ ഇതിൻ്റെ ഒരു സ്റ്റോറി വെച്ച് തന്നെ പറഞ്ഞുതരാം. ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഇഷാമിനൊരു 18-17 വയസ്സാവുമ്പോൾ, +1 +2 പഠിക്കുമ്പോൾ, മൈ ഗോൾ വാസ് ആക്ച്വലി എത്ര ഉള്ളായിരുന്നു? സ്കൂളിൽ നല്ല മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ലൈഫിൽ സക്സസ് ആവാന്നുള്ള ഒരു മൈൻഡിലായിരുന്നു. വേറെ ഒരു ലക്ഷ്യങ്ങളോ കാര്യങ്ങളോ ഇല്ല. ശരിയാണ്, സ്കൂളത്തെ ഞാൻ നല്ല പഠിച്ചു. പക്ഷേ ഹെൽത്ത്, ഫിറ്റ്നസ്, മൈൻഡ് സെറ്റ്, സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ഇങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. ജസ്റ്റ് സ്കൂളത്തെ നല്ല പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് കിട്ടും എന്നുള്ള രീതിയിൽ. അതുപോലെ സോഷ്യൽ കണക്ഷൻസും കുറവായിരുന്നു. അങ്ങനെ പഠിച്ചു. യെസ്, +2ലും +1ലൊക്കെ ഫുൾ A+ കിട്ടി. 97% മാർക്ക് ഉണ്ട് +2ൽ. ബട്ട് ദെൻ ഐ റിയലൈസ്ഡ്, ഞാൻ സെൽഫ് ഇംപ്രൂവ്മെൻറ്റിലേക്ക് വന്നതിന് ശേഷമാണ് I understood the most important things we should have in our life, what we should focus on, and എന്താണ് പർപ്പസ്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. ജസ്റ്റ് മാർക്കിനും അതുപോലെയുള്ള അക്കാഡമിക്സിനും ബിയോണ്ടാണ് മനുഷ്യൻ എന്ന് പറയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചു തുടങ്ങിയത് ഈ ഒരു റീസെൻ്റ് ടൈമിങ്ങിലാണ്. അപ്പം അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്തിയതിൻ്റെ ശേഷം ഒന്നും പറയത്തക്ക അച്ചീവ്മെൻ്റ് ഒന്നും ഇല്ലാത്ത എനിക്ക് ഐ വാസ് ഏബിൾ ടു ബിൽഡ് എ ഡീസൻറ്റ് ബോഡി, കുഴപ്പമില്ലാത്തൊരു മൈൻഡ് സെറ്റ്, അത്യാവശ്യം നല്ലൊരു സോഷ്യൽ മീഡിയ ഫോളോയിങ്, ഇൻസ്റ്റഗ്രാമിൽ ആൾമോസ്റ്റ് 11K ഫോളോവേഴ്സ്. ദെൻ കുഴപ്പമില്ലാത്ത നല്ലൊരു ബ്രദർഹുഡും ഞാനിപ്പോൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ്. ഇനി അവിടുന്ന് എന്ത് ചെയ്യും, നമ്മൾ ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കും. സോ വൺസ് യു അണ്ടർസ്റ്റാൻഡ് ദ ഹാബിറ്റ്സ്, ദ ക്യാരക്ടേഴ്സ് ദാറ്റ് എന്താ പറയുക, എക്സാക്ട് ഓപ്പോസിറ്റ് ഓഫ് ദ 99%, യു വിൽ സ്റ്റാർട്ട് ടു ഗ്രോ. അതിനാണ് നമ്മൾ സെൽഫ് ഇംപ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത്. അവരെന്താണോ ചെയ്യാത്ത കാര്യങ്ങൾ, സംഭവം സിമ്പിളാണ്. 99% എന്താണോ ചെയ്യണമെന്ന് നോക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ ചെയ്യുക. അവരെന്താണോ ചെയ്യാത്തത് അത് നമ്മൾ ചെയ്യുക. ഇതെന്ന് പറയുന്നത് ഒറ്റൊരു ആക്ടിവിറ്റി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഓലങ്കാട്ട് മുമ്പിൽ എത്തുന്നല്ല. ദിസ് ഈസ് എ കൾമിനേഷൻ ഓഫ് സ്മോൾ ഹാബിറ്റ്സ്. എല്ലാ കാര്യങ്ങളിലും നമ്മൾ എടുക്കുന്ന ഓപ്ഷൻ ഏതാണോ അതിനനുസരിച്ചിരിക്കും. അതായത് നമ്മളിപ്പോൾ യൂട്യൂബ് എടുത്തു, നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നില്ലെങ്കിൽ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടിരിക്കാം, നമ്മുടെ ടൈം ഇഷ്ടം പോലെ പോകും, നമുക്ക് എൻജോയ് ചെയ്യാം. അതേസമയം നമുക്ക് എന്ത് ചെയ്യാം, പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഇതുപോലത്തെ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് വീഡിയോസ് അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും കാണാം. എന്നിട്ട് പിന്നീട് ടൈം ഉണ്ടെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് കാണാം. അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഇതിൽ 99% ആണെങ്കിൽ ഏത് ഓപ്ഷനാണ് ചൂസ് ചെയ്യുക? എൻ്റർടൈൻമെൻറ്റ്. നേരെ നമുക്ക് എടുക്കും, മൈൻഡ്ലെസ് ആയിട്ട് വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഫുള്ള് ഫ്ലാഷ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഈ വീഡിയോയിലൊന്നും ഇപ്പോൾ ഒരു എഡിറ്റിങ്ങും ഇല്ല. ഇതൊക്കെ കണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം അറ്റൻഷൻ സ്പാൻ വേണ്ടി വരും. അതേപോലെ ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും ഷോപ്പിംഗ് മാളിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഓഫീസിലൊക്കെ പോകുമ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. ലിഫ്റ്റും ഉണ്ട്, അതുപോലെ സ്റ്റെയർ കേസ് ഉണ്ട്. അപ്പോൾ 99% എന്താ ചൂസ് ചെയ്യാം? ലിഫ്റ്റ്. അവിടെ ലിഫ്റ്റ് ചൂസ് ചെയ്യുന്നതിൻ്റെ പകരം എന്ത് ചെയ്യുന്നു? സ്റ്റെയർ കേസ് ചൂസ് ചെയ്യുന്നു. പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നതിൻ്റെ പകരം ആ പൈസ എന്ത് ചെയ്യുന്നു? ആ പൈസ കൊണ്ട് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള മീറ്റ്, എഗ്സ്, മിൽക്ക് അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിയിട്ട് വീട്ടിൽ നിന്ന് കുക്ക് ചെയ്യുന്നു. മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങുന്നതിന് പകരം നമുക്ക് ഏതെങ്കിലും തരത്തിൽ സെൽഫ് ഇംപ്രൂവ്മെൻറ്റിന് സഹായിക്കുന്ന സാധനങ്ങളായിരിക്കും കൂടുതൽ വാങ്ങുന്നുണ്ടാവുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഇന്നലെ 500 രൂപ കൊടുത്താണ്ട് കോഫി വാങ്ങി. എന്തിനാ അത്രയും പൈസ കൊടുത്ത് കോഫി വാങ്ങേണ്ട ആവശ്യം? യെസ്, ഇഫ് ഐ ബൈ ഹൈ കഫൈൻ കോഫി, അതെന്ത് ചെയ്യും? എന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. എന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവഞ്ച്വലി എനിക്ക് ബെറ്റർ സ്ക്രിപ്റ്റ് ചെയ്താൻ പറ്റും. ബെറ്റർ സ്ക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ബെറ്റർ വീഡിയോസ് ഉണ്ടാക്കാൻ പറ്റും. സോ ഇറ്റ്സ് എ വിൻ വിൻ, ഇറ്റ്സ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. അതുപോലെ ആയിരിക്കും സെൽഫ് ഇംപ്രൂവ്മെൻറ്റിൽ എല്ലാവരും, ഈ ഒരു ഫീൽഡിലുള്ള എല്ലാവരും സംഭവങ്ങൾ കാണുക. ഇപ്പോൾ നല്ലൊരു ബെഡിൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു സാധാ ഒരാൾ 99%-ലുള്ള ആൾ എങ്ങനെ ചിന്തിക്കുന്നുണ്ടാവാം, ഈ ബെഡ് ഒന്നും ആരും കാണാൻ പോകുന്നില്ലല്ലോ, ഇതിലേക്ക് എന്തിനാ എത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യണേ? നോ. സ്ലീപ്പ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ യുവർ ലൈഫ്.
അപ്പോൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലാരിറ്റി, ഇമോഷൻസ്, മസിൽ റിക്കവറി, ഇൻ്റലിജൻസ്, മെമ്മറി, ഈ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. നല്ലൊരു ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ദിവസത്തെ ഫുൾ മൂഡ് തന്നെ മാറും. സോ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിൽ 99% പോലെ ചിന്തിക്കാത്തവന് 1% അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. ഒരു രാത്രി ഫോൺ റൂമിൽ വെച്ച് ഉറങ്ങും. അപ്പം എന്തുണ്ടാവുക, രാവിലെ എണീറ്റേക്കിനും നേരെ സ്ക്രോളിംഗ് ആയിരിക്കും. അല്ലെങ്കിൽ രാത്രി എന്തെങ്കിലും പെട്ടെന്ന് എണീറ്റ് കഴിഞ്ഞാലോ എന്തെങ്കിലും ഫോണുമ്മ കളിക്കലായിരിക്കും. പിന്നെ അല്ലെങ്കിൽ ഉറങ്ങുന്ന വരെ ഫോണുമ്മ കളിക്കലായിരിക്കും. നമ്മളെന്ത് ചെയ്യും, ഫോണ് വേറെ റൂമിൽ കൊണ്ടുവെക്കും. എന്നിട്ട് ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ളത് അവിടെ ഒരു ടൈം പീസ് ആയിട്ട് അലാറം വെച്ചേക്കാണ്, ഫോണല്ല യൂസ് ചെയ്യുന്നത്. അപ്പം എന്തുണ്ടാവുക, നമ്മൾ മോർണിംഗ് നേരെ എണീറ്റാണ് നേരെ ഫോണിലേക്കോ നോട്ടിഫിക്കേഷൻസിലേക്കോ അല്ല പോകുന്നത്. അവിടെ അലാറം അടിക്കുന്നു, അത് ഓഫ് ആക്കുന്നു, എന്നിട്ട് നമ്മളെ കാര്യങ്ങൾ ചെയ്യുന്നു. അതിൻ്റെ ശേഷം നമ്മളെ ബോഡിയൊക്കെ ഒന്ന് റിലാക്സ് ആയതിൻ്റെ ശേഷമാണ് എന്ത് ചെയ്യുന്നത്, എണീറ്റേക്കിനും ഫോൺ എടുക്കുന്നതിൻ്റെ പകരം കുറച്ച് ടൈം എടുത്തിട്ടാണ് ഫോൺ എടുക്കുന്നത്. ഇങ്ങനെയുള്ള ഓരോരോ ഹാബിറ്റുകളായിട്ട് ഞാനിങ്ങനെ പറഞ്ഞുതരാം. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും, നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റാൻ ഹെൽപ്പ് ചെയ്യും. ഈ 99% ജിമ്മിനെ കുറിച്ച് എങ്ങനെ ചിന്തിക്കാറോ, അതായത് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കണം, എന്നിട്ട് നമ്മൾ അവിടെ പോയി കഷ്ടപ്പെടണം. എന്തിനാണ് വെറുതെ അതിൻ്റെ ആവശ്യം? അതേസമയം നമ്മൾ വല്ല പണിക്കും പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടും. ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹെൽത്ത് ഈസ് വെൽത്ത്. കാരണം സാധാ ആൾക്കാർ 99% ഒന്ന് ചിന്തിച്ചു നോക്കും. ഞാൻ ആരെയും ഡിസ്റെസ്പെക്ട് ചെയ്യല്ല, ബട്ട് ദിസ് ഈസ് എ ഫാക്ട്. ഒരു എന്ത് ചെയ്യുന്നു, ജീവിതകാലം മൊത്തം പണിയെടുക്കുന്നു, പൈസ ഉണ്ടാക്കുന്നു, ഹെൽത്തിന് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല, ഹെൽത്ത് ഒന്നും ഇപ്പോൾ നോക്കണ്ടല്ലോ എന്നുള്ള രീതിയിൽ. എന്നിട്ട് പിന്നീട് അസുഖങ്ങൾ വരുമ്പോൾ, ആ ഒരു റിട്ടയർമെൻറ്റ് ഏജിലേക്ക് അസുഖങ്ങൾ വരുമ്പോൾ പിന്നെ എത്ര പൈസ കൊടുത്താലും വേണ്ടില്ല, എനിക്കെൻ്റെ ഹെൽത്ത് തിരിച്ചു വേണം എന്നുള്ള നിലയിലാണ്. അണ്ടിൽ ദ ഹെൽത്ത് ബിക്കം ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ദെയർ ലൈഫ്, അസുഖം വരുമ്പോൾ. സോ അതെന്തുകൊണ്ട് ഇപ്പം തന്നെ ചിന്തിച്ചുകൂടാ? ഞാൻ CA ഫൗണ്ടേഷന് പഠിക്കുമ്പോഴും എൻ്റെ ക്ലാസ്സിൽ 99% ഉണ്ടായിരുന്നു. ഇതെന്ന് പറയുന്നത് ഈ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ എവിടെ ഇട്ടാലും നമുക്ക് വിജയമാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ സോഷ്യൽ മീഡിയയിൽ വിജയം ഉണ്ടാവും. അപ്പോൾ രാത്രി ഞങ്ങളെല്ലാവരും ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു ലാസ്റ്റത്തെ ഒരു മാസം സ്റ്റഡി ലീവിന്. അപ്പോൾ ആ ഒരു ടൈമിൽ രാത്രി എല്ലാവരും വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പഠിക്കാൻ പോയി. അപ്പോൾ ഒരുത്തൻ പറഞ്ഞതാണ്, എടാ ഇന്നും കൂടി ഒന്ന് വർത്തമാനം പറഞ്ഞിരുന്നോ, പ്രശ്നമല്ല, ആകെ കുറച്ച് നേരമല്ലേ ഉള്ളൂ. ദാറ്റ് ഈസ് ദ പ്രോബ്ലം. അവിടെയാണ് പ്രശ്നം. അത് എക്സാമിൻ്റെ ഒരു മാസം മുമ്പാണ്. അപ്പോൾ ആ ഒരു സമയം രാത്രി വർത്തമാനം പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ആ എക്സാം പാസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ചിന്ത എനിക്കുണ്ടായിരുന്നു. അതായത് ഫ്യൂച്ചറിൽ നമുക്ക് വരാൻ പോകുന്ന പ്രശ്നം നമ്മളിപ്പോൾ തന്നെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ആക്ട് ചെയ്യാം. അതായത് ഇപ്പോൾ ഞാൻ എക്സാമിന് പല ആൾക്കാരും മൈൻഡ് സെറ്റ് അങ്ങനെയാണല്ലോ. ഞാൻ ഒരിക്കലും സ്കൂളിൽ പ്രൊമോട്ട് ചെയ്യില്ല, പക്ഷെ അവിടെ ആൾക്കാരെ മൈൻഡ് സെറ്റ് ഞാൻ കാണിച്ചിരുന്നത് എക്സാമിൻ്റെ അടുത്തായിരിക്കും അധികം ആൾക്കാരും പഠിക്കുക. അതുവരെ ഓൽക്ക് ഇമോഷൻസ് ഒന്നുമില്ല, ഓല അതിനെക്കുറിച്ച് ചിന്തിക്കണമൊന്നുമില്ല. പിന്നെ എത്തുമ്പോൾ എക്സാമിൻ്റെ അടുത്തെത്തുമ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് എക്സാം വന്നല്ലോ ഇനി പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ഒന്നും നടക്കില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് ജീവിതത്തിൽ എല്ലായിടത്തും ഉപയോഗിക്കേണ്ട സംഭവമാണ്. അതായത് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. നമ്മൾ അന്ന് പാസ്സാവും, അല്ലെങ്കിൽ അന്നാണ് കുറേ കഴിഞ്ഞിട്ടാണ് ഇമോഷൻസ് അതിൻ്റെ ഇത് വരുന്നത്, അതിൻ്റെ ഗെയിൻ ആണെങ്കിലും ലൂസ് ആണെങ്കിലും വരുന്നത്. പക്ഷെ അതിപ്പോൾ തന്നെ കണ്ടറിഞ്ഞാണ്ട് അതിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് അതൊരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ആണ്. അത് ഞാൻ അന്ന് ഉപയോഗിച്ചിരുന്നത് സ്കൂളിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന കണ്ടന്റ് ക്രിയേഷനിലാണെന്നുള്ളൂ. ദിസ് ഈസ് അപ്ലിക്കബിൾ എവറിവെയർ. പിന്നെ ഒരു കാര്യമാണ് ഗോൾസ് എന്ന് പറയുന്നത്. ഗോൾസ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ 99% ഗോൾസ് ഇല്ലേ? എല്ലാവർക്കും, കൃഷിക്കാരനാണെങ്കിലും ഇപ്പോൾ ഡെലിവറി ബോയ്ക്കാണെങ്കിലും എല്ലാവർക്കും ഉണ്ട് നല്ല പൈസക്കാരനാവണമെന്നും അതുപോലെ സക്സസ്ഫുൾ നല്ലൊരു ഹയർ പൊസിഷനിൽ എത്തണമെന്നും നല്ല ബോഡി ബിൽഡ് ചെയ്യണമെന്നും ഫിറ്റ്നസ് ആയാലും ഹെൽത്ത് ആയാലും ഫിനാൻസ് ആയാലും ഇതിലൊക്കെ നല്ലൊരു പൊസിഷനിൽ എത്തണം എന്നുള്ള ഗോൾസ് എല്ലാവർക്കും ഉണ്ട്. ഇറ്റ് ഈസ് നോട്ട് ഗോൾസ്. ആർക്കാണ് അതിൽ ബെസ്റ്റ് സിസ്റ്റംസ് ഉള്ളത്? സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മനസ്സിലാവില്ല. അതായത് നമ്മൾ ഇൻപുട്ടുകൾ, ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണ്, നമ്മൾ ജിമ്മിൽ പോയി നല്ലൊരു ബോഡി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യണം. ഡെയിലി ചിലപ്പോൾ 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യേണ്ടി വരും. ആഴ്ചയിൽ ഒരു 5 ദിവസമൊക്കെ വർക്കൗട്ട് ചെയ്യേണ്ടി വരും. അതുപോലെ ഹൈ പ്രോട്ടീൻ മീൽസുകൾ, അതുപോലെ നമ്മളെ ഷുഗർ സംഭവങ്ങൾ, ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ കാര്യങ്ങൾ നോക്കിയാണ്ട് ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനൊരു സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് നല്ലൊരു ബോഡിയിൽ നിന്നുള്ള ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അതുപോലെ നമുക്ക് നമ്മളെ ബിസിനസ് സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി അതിനായിട്ടുള്ള ഇൻപുട്ടുകൾ, അതിനായിട്ടുള്ള സിസ്റ്റം ഫോളോ ചെയ്യേണ്ടി വരും. നല്ല സിസ്റ്റം. ഒരു 100 മീറ്റർ റേസിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഗോൾ എന്താണ്? അതിൽ ജയിക്കണം എന്ന് തന്നെയാണ്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ നല്ല സിസ്റ്റം, ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ട്രെയിനിങ്ങും ന്യൂട്രീഷനും കാര്യങ്ങളൊക്കെ ചെയ്ത ആളാണ് അതിൽ വിജയിക്കുന്നത്. അപ്പോൾ അതാ പറഞ്ഞത്, എല്ലാവർക്കും ഗോൾസ് ഉണ്ട്. ഗോൾസ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഇതിലാണ്, സിസ്റ്റത്തിലാണ്, ഇൻപുട്ടിലാണ്. ഈ 99% വേറൊരു ക്യാരക്ടർ ഞാൻ പറഞ്ഞുതരാം. എന്തെങ്കിലും മിസ്റ്റേക്സോ ഫെയിലിയറോ കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഓരെന്ത് ചെയ്യും? അതിൽ നിന്ന് എന്തുകൊണ്ടാണ് ആ മിസ്റ്റേക്ക് വന്നതെന്ന് ചിന്തിക്കാതെ
അതിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് പഠിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കാതെ ആ ഒരു സംഭവം ആ ഒരു സിറ്റുവേഷനിലോ വേറെ ആൾക്കാരുടെയോ മേലിൽ എന്ത് ചെയ്യും, ബ്ലെയിം ചെയ്യും. ഇത് അതുകൊണ്ടാണ് ഉണ്ടായത്, ഞാൻ അതുകൊണ്ടാണ് പാസ്സാവ് കഴിഞ്ഞത്, എക്സാം ഭയങ്കര ടഫ് ചെയ്നി, ആ ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ്, എനിക്ക് ഈ ഒരു ദിവസം എൻ്റെ വീട്ടിലെ ആൾക്കാരൊക്കെ വന്നുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ജിമ്മിൽ പോകാൻ പറ്റില്ല, ഇങ്ങനെ ഓരോന്ന് ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. ശരിക്കും ജീവിതത്തിൽ സക്സസ്ഫുൾ ആവുന്ന ആൾക്കാർ എങ്ങനെ ചിന്തിക്കാം, ശരിയാണ്, അതിൻ്റെ മിസ്റ്റേക്കാണ്, ഞാൻ അതിൻ്റെ ഫുള്ള് റെസ്പോൺസിബിലിറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നം വരും, അപ്പം ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യാം. ഇതാണ് 1% ചിന്തിക്കുന്ന രീതി. അതായത് നമ്മൾ തന്നെ ഫുൾ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നു, എന്തുകൊണ്ടാണ് ഒരു പ്രശ്നം ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു, എന്നിട്ട് അതിനെ എറർ കറക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇറ്ററേറ്റ് ചെയ്യുന്നു. ഈ ഒരു സംഭവം ഒരിക്കലില്ല. പല ആൾക്കാരുടെ ചിന്തയാണ്, ഇപ്പോൾ ഒരുത്തന്നോട് ജിമ്മെന്ന് പറഞ്ഞാണ്, നിങ്ങളൊക്കെ വലിയ ഇൻഫ്ലുവൻസർ ആയല്ലോ, നമ്മളെ കൊണ്ട് അതൊന്നും പറ്റില്ലല്ലോ. ഇഷാം ഒരു കൊല്ലം മുമ്പ് അങ്ങനെ തന്നെയായിരുന്നു. ഇഷാമിന് ഒരു ഫോളോവേഴ്സും ഇല്ലേനു. 500-400 ഫോളോവേഴ്സ് ഉള്ള ഒരു പേഴ്സണൽ അക്കൗണ്ട് തന്നെയാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. ഞാൻ തുടർച്ചയായിട്ട് എൻ്റെ ഇൻപുട്ടിൽ ഫോക്കസ് ചെയ്തു, കൺസിസ്റ്റൻ്റ് ആയി. കുറേ ആൾക്കാർ കളിയാക്കി, പക്ഷെ കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ മിസ്റ്റേക്ക് ഉണ്ട് എൻ്റെ വീഡിയോസിൽ മനസ്സിലാക്കി, ആ മിസ്റ്റേക്കുകൾ ഇങ്ങനെ തിരുത്തി വന്നു. അപ്പോൾ ചില വീഡിയോസിന് റീച്ച് കിട്ടാൻ തുടങ്ങി, ഫോളോവേഴ്സ് കൂടാൻ തുടങ്ങി. ഇതൊക്കെ തന്നെയാണ്, നമ്മൾ നിർത്താതെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ എറർ കറക്റ്റ് ചെയ്ത് നമ്മളങ്ങനെ പോണ വഴിക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിച്ചിട്ട് നമ്മൾ ആക്ഷൻ എടുക്കുമ്പോഴാണ് അവിടെ ഗ്രോത്ത് ഉണ്ടാവുന്നത്. അല്ലാതെ ബാക്കിയുള്ള പോലെ കളിയാക്കി കണ്ടും നമ്മളെ കൊണ്ടൊക്കെ പറ്റും, നമ്മൾ വേറെ സാധാ ആളല്ലേ എന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ അത്ര തന്നെ ഉണ്ടാവുള്ളൂ. സക്സസ് എന്ന് പറയുന്നത് ഒരിക്കലും ഫുൾ ടാലൻറ്റ് ബേസ്ഡോ ലക്ക് ബേസ്ഡോ ഒന്നല്ല, അത് ശരിക്കും ഒരാളെ വർക്ക് എത്തിക്കാണ്. ഞാൻ ഇഷ്ടം പോലെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ടാലൻ്റ് ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യും, ഈ ഫോൺ അഡിക്ഷനിലും ഈ ഡിസ്ട്രാക്ഷനിലും ഇതിലൊക്കെ പെട്ടുകാണ്ട് എന്ത് ചെയ്യും, നമ്മൾ ഓരോട് എന്തെങ്കിലും കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പോലെ അടിപൊളിയായിട്ട് ചെയ്തു തരും, പക്ഷെ അതുപോലെ എപ്പോഴേ ചെയ്യുള്ളൂ, അങ്ങനെ ആരെങ്കിലുമൊക്കെ ചോദിക്കുന്ന ടൈമിലേ ചെയ്യുള്ളൂ. ഓരോ പൊട്ടൻഷ്യൽ ഓല് മനസ്സിലാക്കണില്ല, ഓല് ഈ ഒരു ഡിസ്ട്രാക്ഷൻ്റെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു നോയ്സ് ഉണ്ടല്ലോ ഇപ്പോൾ ഉള്ള, ആ നോയ്സിൽ മുങ്ങി പോവാണ്. അപ്പോൾ അതിൽ മുങ്ങി പോവാതിരിക്കാനാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്തു തരുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്, അവർക്ക് ആർക്കും ഒരു ബിഗിന്നർ ആവാൻ താല്പര്യമില്ല. നമ്മൾ ഏതൊരു കാര്യം ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോഴും വി വിൽ സക്ക് അറ്റ് ഇറ്റ്, നമുക്കത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ എടുത്ത് നോക്ക്, ഞാൻ യൂട്യൂബിൽ ഫസ്റ്റ് വീഡിയോ ഇട്ടത് ആഫ്റ്റർ ഒരു കൊല്ലം ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടതിൻ്റെ ശേഷമാണ്. അപ്പോൾ എനിക്ക് ചെറിയൊരു ഐഡിയ ഉണ്ട് എങ്ങനെയാണ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുള്ളതെന്ന്. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഫസ്റ്റ് വീഡിയോ എടുത്ത് നോക്ക്, യൂട്യൂബിൽ തന്നെ ഇനിയിപ്പോൾ ഒരു മാസം മുമ്പ് ഉണ്ടാക്കിയതിൻ്റെ ഫസ്റ്റ് വീഡിയോ, ഇൻട്രൊഡക്ഷൻ വീഡിയോ ഉണ്ടാക്കിയാൽ ഇതും ആ വീഡിയോയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ എന്താ പറയുക, ജിമ്മ് പോവുകയാണെങ്കിലും ഫസ്റ്റ് നമ്മൾ വീക്കായിട്ട് നമുക്ക് തോന്നും, നമ്മളപ്പോൾ ഉള്ളവരൊക്കെ നമുക്ക് സ്ട്രോങ് ആയിക്കാരം. നമ്മൾ ഏതെങ്കിലും സ്കൂൾക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻ്റലിജൻ്റ് ആയ ആൾക്കാരുടെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ പൊട്ടനായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അതാണ് ബിഗിന്നർ സ്റ്റേജ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ബിഗിന്നർ ആവാൻ നമ്മളെ അലോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ഈഗോം പിടിച്ചാണ്ട് ഓക്കെ എനിക്കൊക്കെ അറിയാമെന്നുള്ള രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എവിടെയും ഗ്രോത്ത് ഉണ്ടാവില്ല. എല്ലാ കാര്യവും ലൈഫ് ലോങ് പഠിക്കാനുള്ളൊരു ഹംബിൾനെസ്, ബാക്കിയുള്ളവരൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ഹംബിൾനെസ് അത് വേണം. ഈ 99% ആൾക്കാർ വർക്ക് ചെയ്യുന്നത്, ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിരിക്കുന്നത്, ഒരു പശുവിനെ പോലെ അല്ലെങ്കിൽ ഒരു കൗവിനെ പോലെയൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു മ്യൂളിനെ പോലെയാണ്. അതായത് അവർക്ക് ആ വർക്ക് ചിലപ്പോൾ ഇഷ്ടം ഉണ്ടാവില്ല, ഓല് എന്ത് ചെയ്യുന്നു, ജീവിതത്തിൽ ഒരു സാലറി കിട്ടണ്ടേ, ജീവിച്ച് പോകണ്ടേ എന്നുള്ള രീതിയിലായിരിക്കും ആ വർക്ക് ചെയ്യേണ്ടവ. വേറെ ആർക്കോ വേണ്ടിയാണ് ആ വർക്ക് ചെയ്യുന്നത്. ഇനി വേറെ ആർക്കോ വേണ്ടി ചെയ്യുമ്പോഴും അതൊരു പർപ്പസോട് കൂടിയല്ല ചെയ്യുക. ഗുഡ് പീപ്പിൾ, ബട്ട് ഒട്ടുമിക്ക ആൾക്കാരും വർക്കിംഗ് ഫോർ ദ വർക്ക് സേക്ക്, ഈ ഒരു സമയം വർക്ക് ചെയ്യണമല്ലോ, എനിക്ക് സാലറി കിട്ടണമെങ്കിൽ അത് വേണമല്ലോ, അല്ലെങ്കിൽ എന്താവും എന്നുള്ള ഒരു ചിന്തയിലൂടെയാണ് വർക്ക് ചെയ്യുന്നത്. ഓലെ അവിടെ ആക്ച്വലി ആ ഒരു പർപ്പസ് എന്തിനാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നില്ലല്ലോ. ഓലെ സംബന്ധിച്ച് അവർക്ക് ആ ഒരു പീരീഡ് എന്ത് ചെയ്യുക, എങ്ങനെയെങ്കിലും ആ ഒരു സമയം കഴിച്ച് ആ ഒരു 9 to 5 എങ്ങനെയെങ്കിലും തീർത്താണ്. 9 to 5 ബാഡ് ആണെന്നല്ല, പക്ഷെ ആൾക്കാരെ മൈൻഡ് സെറ്റാണ് ബാഡ്. ആ 9 to 5 എങ്ങനെയെങ്കിലും തീർക്കണം എന്നുള്ള രീതിയിൽ പോവുക. നല്ല എംപ്ലോയീസ് ഉണ്ടെങ്കിൽ നല്ല എൻ്റർപ്രനേഴ്സിനും ജീവിച്ച് പോകാൻ പറ്റുള്ളൂ. അതൊരു എന്താണ്, ഗിവ് ആൻഡ് ടേക്ക് മാതിരിയാണ്. അത് രണ്ടാളും നല്ല രീതിയിൽ വേണം. പക്ഷെ എംപ്ലോയീസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ്, എങ്ങനെയെങ്കിലും ആ ഒരു സമയം കഴിഞ്ഞ് കിട്ടണം, എന്നാലും എങ്ങനെയെങ്കിലും വീട്ടിൽ പോവുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ എങ്ങനെയായിരിക്കും, ഡിസ്ട്രാക്ഷനൊക്കെ ആയിരിക്കും, ഫുള്ള് സ്ക്രോൾ ചെയ്താണ്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഫുൾ എല്ലാവരും ഒപ്പം ഇരുന്നാണ്ടും അങ്ങനെയുള്ള വർക്കാണ്. അപ്പോൾ അവിടെ ഒരു എന്താ പറയുക, ഒരു ലയൺ ടൈപ്പ് വർക്ക് അവിടെ കിട്ടില്ല. പക്ഷെ ഒരു 1% എങ്ങനെ വർക്ക് ചെയ്യാം, വർക്കിന് പോലെ എങ്ങനെ കാണാം, വർക്കിനെ ഓൽക്ക് ഇഷ്ടമായി 9 to 5 വർക്കിന് ഇഷ്ടമല്ലാത്ത രീതിയിലാണെന്നുണ്ടെങ്കിൽ 1% വർക്ക് എന്തായിരിക്കും, അതൊരു ഹരായിരിക്കും. ഇപ്പോൾ സ്പ്രിൻറ്റേഴ്സ് ഇല്ലേ, കുറച്ച് ടൈം സ്പ്രിൻറ്റ് ചെയ്യും, പിന്നെ റെസ്റ്റ് എടുക്കും, ആ രീതിയിലേക്കാരും പോലെ വർക്ക്. ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ഫുൾ ഫോക്കസിൽ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ കാര്യം വർക്ക് ചെയ്യുക. പക്ഷേ മറ്റോലെ എങ്ങനെയാലും ഫുൾ ഡിസ്ട്രാക്ഷനോട് കൂടി ഒരുപാട് നേരം വർക്ക് ചെയ്യും. പക്ഷേ ഇവരെങ്ങാട്ടും കൂടുതൽ ഔട്ട്പുട്ട് ആർക്കാരും കിട്ടുന്നുണ്ടാവാം, ഈ 1% കിട്ടുന്നുണ്ടാവാം. അതേ ഞാൻ പറഞ്ഞത്, ഗെറ്റ് അഹെഡ് ഓഫ് 99% ഓഫ് പീപ്പിൾ ഈസ് ഈസി. പക്ഷെ അതിന് നമ്മൾ വർക്ക് ഇടണം. ഓരെന്താ ചെയ്യുക, ചുറ്റുള്ള ആൾക്കാർ എങ്ങനെയാണോ ജീവിക്കുന്നത്, ഓക്കെ എൻ്റെ കുടുംബത്തിൽ ഓനിങ്ങനായി,
ഓനിങ്ങനായി, എൻ്റെ ഫ്രണ്ട് ഇങ്ങനായി, ഓല ഈ കോഴ്സ് എടുത്തു, ഓല ആ കോഴ്സ് എടുത്തു, അപ്പം ഞാൻ ഈ കോഴ്സ് എടുക്കാം എന്നുള്ള രീതിയിലേക്കാണ് ഓല് ചിന്തിക്കുന്നത്. പക്ഷേ എല്ലാ മനുഷ്യനും, ഞാനിപ്പോൾ മനസ്സിലാക്കിയൊരു സംഭവമാണ്, എല്ലാ മനുഷ്യരും ദൈവം സൃഷ്ടിച്ചതിന് ഒരു കാരണമുണ്ട്, നമുക്കൊരു പർപ്പസ് ഉണ്ട്. എല്ലാവർക്കും ഏതെങ്കിലും ഒരു ഫീൽഡിൽ നല്ല സ്കില്ലുണ്ടാവും, അല്ലെങ്കിൽ നല്ല ക്യൂരിയോസിറ്റി, ഇൻട്രസ്റ്റ് കാര്യങ്ങളുണ്ടാവും. ഒന്ന് ചിന്തിച്ച് നോക്കുക, നമുക്ക് ചെറുപ്പം തൊട്ടേ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര എന്തൂസിയാസം, എന്തെന്നില്ലാത്തൊരു ആഹ്ലാദം ഉണ്ടാവും അറിയില്ല. ഫോർ എക്സാമ്പിൾ സ്റ്റീവ് ജോബ്സിനെ കേൾക്കുന്നുണ്ടെങ്കിൽ മൂപ്പർക്ക് ടെക്നോളജീസ് ഒക്കെ കാണുമ്പോൾ ഉള്ളിലൊരു ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് മൃഗങ്ങളും മീനുകളും ഈ ബയോളജി, നേച്ചർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരു ഭയങ്കര ഒരു ചെറുപ്പം തൊട്ടേ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ള സംഭവമാണ്. വളരെ ചെറിയ കുട്ടിയായപ്പോൾ തൊട്ടേ എൻ്റെ അമ്മ പറയണത് കേട്ടിരിക്കണം, എനിക്ക് ജീവികളൊക്കെ കാണിച്ചു കൊണ്ടാണ് ഭക്ഷണം തരല് എന്നൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ, നേച്ചറും ബയോളജിയും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അതുപോലെ എല്ലാവർക്കും എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും, ഭയങ്കര ക്യൂരിയോസിറ്റി തന്നെ, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അത് ഓരോ ലെയർ മാതിരിയാണ്, അതിങ്ങനെ നമ്മൾ വളരുന്നതിനനുസരിച്ച് അതിൻ്റെ ലെവൽ മാറിക്കൊണ്ടിരിക്കും. ബട്ട് സ്റ്റിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. ആൾക്കാരെ മനസ്സിലാക്കില്ല, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഓൻ ഡോക്ടറാണ്, ഞാനും ഡോക്ടറാവാൻ, എൻ്റെ പാരൻസ് ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ എടുക്കുന്നു, ആ രീതിയിൽ എല്ലാവരും ചിന്തിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ പർപ്പസ് എന്താണെന്നോ നമ്മൾ ഒന്ന് മനസ്സിലാക്കി നോക്കി. നമ്മളെ ഹ്യൂമൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഐസക് ന്യൂട്ടനും അതുപോലെയുള്ള സ്റ്റീവ് ജോബ്സും അതുപോലെയുള്ള എലോൺ മസ്കും അതുപോലെ ഒരുപാട് വലിയ വലിയ ആൾക്കാരുടെ പേരുകൾ കേൾക്കുന്നുണ്ടല്ലോ, ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? ഇവർ 99% ചെയ്യണതല്ല ഫോളോ ചെയ്യണത്, ഇവരൊരു പർപ്പസ്, ഇവരെന്തിനാണോ ഇവിടെ വന്നത് ആ ഒരു സംഭവം ഓല് കണ്ടുപിടിച്ചു. ഓൽക്ക് എന്തിനാണ് എന്തൂസിയാസം, എന്തിനാണ് എക്സൈറ്റ്മെൻ്റ് ഉള്ളത്, അതിൽ കണ്ടുപിടിച്ചു. അങ്ങനെ ഒരു സംഭവം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ, എങ്ങനെ ആ സംഭവത്തിന് എങ്ങനെ ഡിഫൈൻ ചെയ്ത് വെച്ചാൽ, ഇറ്റ് വിൽ ഫീൽ പ്ലേ ടു യു ബട്ട് വർക്ക് ഫോർ അതേഴ്സ്. അതായത് നിങ്ങൾക്ക് അതൊരു വർക്കായി തോന്നില്ല, പക്ഷെ ബാക്കിയുള്ളവർക്ക് അതൊരു വർക്കായി തോന്നും. അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അത് കണ്ടുപിടിക്കുക. ഈ ഒരു പർപ്പസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഇതിനെക്കുറിച്ച് വേറെ വീഡിയോ തന്നെ ചെയ്യാനുണ്ട്. അപ്പം ഞാൻ ഉള്ളിൽ നിന്ന് അറിയാതെ വന്നു പോയതാണ്. ശരിക്കും എനിക്ക് പറയാൻ അത്രേ ഉള്ളൂ, 1% ആണെന്നുണ്ടെങ്കിൽ അവരെന്തിനാണോ ഇവിടെ വന്നത് എന്നുള്ള റീസൺ തപ്പി നമുക്ക് എക്സൈറ്റ്മെൻ്റ് ഉള്ള സംഭവത്തിനെ കുറിച്ച് ചെയ്യുമ്പോൾ 99% എന്ത് ചെയ്യും, ആ ഹേർഡ് ഉണ്ടല്ലോ, ആ ബാക്കിയുള്ള എന്താ ചെയ്യണമെന്ന് അത് ഫോളോ ചെയ്യും. ഓരോരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് സ്കൂള് അതുപോലെ കോളേജ്, ഇവിടുന്ന് മാത്രമാണ് പഠനം എന്ന് പറയുന്ന സംഭവം നടക്കുന്നത്. പിന്നെ നമ്മൾ ഫുൾ എന്താണ്, ജോലി, ആ ഒരു രീതിയിൽ, പിന്നെ കല്യാണം, അങ്ങനെ ഒരു കുറച്ച് സാലറി ഒക്കെ കിട്ടി, അങ്ങനെ ഒരു ഇതിൽ ഇങ്ങനെ പോകാന്നുള്ള ചിന്തയാണ്. പക്ഷേ ലേണിംഗ് എന്ന് പറയുന്നത് ലൈഫ് ലോങ് നടക്കുന്നൊരു സംഭവമാണ്. ലേണിംഗ് ചെയ്യേണ്ടത് വേറെ ആൾക്കോ പരീക്ഷക്കോ വേണ്ടിയല്ല, ലേണിംഗ് ചെയ്യുന്നത് നമുക്ക് ലേൺ ചെയ്യാൻ വേണ്ടി തന്നെയാണ്. നമുക്കൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ കേട്ടോ, ഈ ഒരു ടൈമിലാണ്. ഇതുവരെ ഞാനും ആ ഒരു കുറേ 99% ക്യാരക്ടറിസ്റ്റിക്സ് എനിക്ക് കൊണ്ടുവരും, ഇപ്പോഴും ഉണ്ടാവും. ഇനി ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാൻ അതും തിരുത്തും, എന്നിട്ട് അതിനെക്കുറിച്ച് വേറെ വീഡിയോ ഉണ്ടാക്കും. സോ ഇത് സംഭവം ഇത്രേ ഉള്ളൂ, നമ്മൾ തുടർച്ചയായിട്ട് ഗ്രോ ചെയ്ത് പോകാൻ നോക്കുക. എന്നിട്ട് വരുന്ന മിസ്റ്റേക്സ് ആണ്, നമ്മൾ പാസ്റ്റിൽ വന്ന മിസ്റ്റേക്സ് ആവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് തിരുത്തുക, എറർ കറക്റ്റ് ചെയ്യുക, മുമ്പ് നീങ്ങുക തന്നെ. അപ്പോൾ ഇതിന് നമുക്ക് ഈ 99% ട്രാപ്പിൽ പെടാതെ മുമ്പോട്ട് പോകണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ളൊരു ടിപ്സ് ആയിരിക്കും പറഞ്ഞുതരാം. ലിസൺ ടു ഗ്രേറ്റ് പീപ്പിൾ. നമ്മൾ ഈ ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ, അവർ പറയുന്ന അഡ്വൈസ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ, ഈവൻ നമ്മൾ പാരൻസിൻ്റെ അഡ്വൈസ് മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മൈൻഡ് സെറ്റ് അല്ല ഉണ്ടാവുക. എന്താണോ അവർ ചെയ്യണത് അതുപോലെയൊക്കെ നമ്മൾ ചെയ്യേണ്ടവ. അപ്പോൾ ഈ ലോകത്ത് ഗ്രേറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്ത ആൾക്കാരുണ്ടാവും, ഒരുപാട് ബിസിനസ്മാൻമാരുണ്ടാവും, അതല്ലാതെ കണ്ടുപിടിച്ച ആൾക്കാരുണ്ടാവും, അതല്ലാതെ ഫിലോസഫേഴ്സ് ഉണ്ടാവും. ഇങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ നമ്മളെ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് കിട്ടും, ഒരുപാട് പോഡ്കാസ്റ്റുകൾ. അതുപോലെ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ എങ്ങനെ ഒരു കാര്യം ചെയ്യാന്നുള്ളത്, ഏതൊരു സംഭവം എടുത്തു കഴിഞ്ഞാലും, സൈക്കോളജി ആയിക്കോട്ടെ, പെർസുവേഷൻ ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, ഏതൊരു കാര്യത്തിലും എന്ത് ചെയ്യാന്നുള്ള ബുക്സ് എഴുതിക്കണം. അപ്പോൾ ഈ ഒരു സാധനങ്ങൾക്ക് നമ്മൾ ഇൻഫോർമേഷൻ ഇല്ലാത്ത പ്രശ്നമല്ല, ആൾക്കാർക്ക് മടിയാണ്. അപ്പോൾ ഈ ഒരു സാധനങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ മാക്സിമം നിങ്ങളെ മൈൻഡ് ഇതിലേക്ക് എക്സ്പോസ് ചെയ്യുക, ഇങ്ങനത്തെ ബുക്കുകൾ വായിക്കുക, ഇങ്ങനത്തെ ആൾക്കാരുടെ പോഡ്കാസ്റ്റ് കേൾക്കുക. അപ്പോൾ നമുക്ക് ഓലായിട്ട് ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പല ആൾക്കാരുണ്ടാവും, ഓരോ ചിന്താഗതികളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ ആ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങും. പക്ഷേ ലൈഫ് ഫുള്ള് ഇങ്ങനെ കൺട്രഡിക്റ്റ് ആയിട്ടൊന്നല്ല. ഒരു ദിവസത്തെ മെയിൻ ഗോൾസുകൾ, നിങ്ങൾ വെച്ച നിങ്ങളെ ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള മെയിൻ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, യു ക്യാൻ സ്പെൻഡ് ടൈം വിത്ത് എ ഫാമിലി, യു ക്യാൻ എൻജോയ്, യു ക്യാൻ വാച്ച് എൻ്റർടൈൻമെൻറ്റ്, ഇറ്റ്സ് ഓക്കെ. പക്ഷെ ആദ്യം ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാം, അതല്ലാതെ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം ലാസ്റ്റ് ചെയ്യുക, ഇപ്പം ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക, അങ്ങനല്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക, ഫൈൻഡ് ദ തിങ് ദാറ്റ് ഫീൽസ് ലൈക്ക് പ്ലേ ടു യു, വർക്ക് ഫോർ അതേഴ്സ്. ബാക്കിയുള്ളവർക്ക് വർക്കായി തോന്നും, പക്ഷെ നിങ്ങൾക്ക് അത് വർക്കായി തോന്നില്ല, നിങ്ങൾക്ക് പ്ലേ ആയി തോന്നും. അങ്ങനത്തെ സംഭവങ്ങൾ കണ്ടുപിടിക്കുക. കീപ് ദ മൈൻഡ് ആൻഡ് ബോഡി ഹെൽത്ത് ശരിക്ക് നമ്മളെ പഴയ കാലങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വർക്കൗട്ടിൻ്റെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നമ്മൾ പുറത്ത് നല്ല രീതിയിൽ പണിയെടുക്കുന്ന, നമ്മൾ ബിൽഡ് ചെയ്യുന്ന, തടി അനങ്ങുന്ന ആൾക്കാരേനു. നമ്മളെ ഫുഡും സിംഗിൾ ഇൻഗ്രീഡിയൻറ്റ് ഫുഡുകളേനു. പക്ഷേ
നൗ ഡേയ്സ് നമുക്ക് എക്സസൈസ് ഇല്ലാതെ പോകാൻ പറ്റില്ല. സോ ദാറ്റ് കീപ് യുവർ മൈൻഡ് ആൻഡ് ബോഡി ഹെൽത്തി. മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്താണ്ട് മൈൻഡിനെ ഹെൽത്തി ആക്കുക. ഫുഡും വർക്കൗട്ടും കാര്യങ്ങളും ശ്രദ്ധിച്ച് ബോഡീനെ ഹെൽത്തി ആക്കുക. കാരണം 99% ആൾക്കാർക്കും നല്ലൊരു ബോഡിയോ നല്ലൊരു ഹെൽത്തി മൈൻഡോ ഇല്ല. ഈ ഒരു ടെക്നോളജി ട്രാപ്പിലും ഈ ഒരു കോൺസ്റ്റൻറ്റ് നോയ്സിലും ഫോളോ ചെയ്യാതെ നോക്കുക. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ രാവിലെ എണീക്കുമ്പോൾ നേരെ ഫോൺ എടുക്കാതിരിക്കുക. ഫസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 1 hour എങ്കിലും നിങ്ങൾക്കൊരു ടൈം കൊടുക്കുക. നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും ബാക്കിയുള്ളവർക്കുള്ള ടൈം അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഉള്ള നീതി പുലർത്താനുള്ള ടൈമാണത്. നിങ്ങളോടുള്ള കടമകൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള നിങ്ങളെ സ്വന്തം ടൈമാണത്. അപ്പോൾ ആ ടൈമിൽ ബാക്കിയുള്ളവർക്ക് മെസ്സേജ് അയക്കാനും കോൾ ചെയ്യാനും ആ ഒരു ഇതിന് അവസരം കൊടുക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ രാത്രി കിടക്കുന്നതിന് മുമ്പും എന്ത് ചെയ്യുക, ഇതുപോലെ ഒരു റെസ്റ്റ് കൊടുക്കുക. നമ്മളെ ബോഡിക്കൊന്ന് റിലാക്സ് ആവാൻ, നല്ല ഉറക്കം കിട്ടാൻ. നല്ലൊരു ഫ്രണ്ട് സർക്കിൾ കണ്ടുപിടിക്കുക. ഇതിനെക്കുറിച്ച് ഞാൻ നല്ലൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോഴാണ് നല്ല ഫ്രണ്ട് സർക്കിൾ എനിക്ക് ഉണ്ടാവാൻ തുടങ്ങുന്നത്. കുറച്ച് കാലം ഞാൻ മറ്റേ ലോൺലി ചാപ്റ്ററിലായിരുന്നു. അതായത് ബാഡ് കമ്പനീസ് പോയി, പക്ഷെ ഗുഡ് കമ്പനീസ് കിട്ടിയിട്ടില്ല. ആകെ ഉണ്ടായിരുന്ന കുറച്ച് യൂട്യൂബും ബുക്സും കാര്യങ്ങളൊക്കെയാണ്. ഇറ്റ് ഈസ് ബെറ്റർ ദാൻ ബാഡ് കമ്പനീസ്. ഇനി ഇപ്പോൾ ഇങ്ങനെ ഓരോരുത്തരെ നമ്മൾ ഫൈൻഡ് ചെയ്ത് വരുന്നുണ്ട്, നമ്മളതേ മൈൻഡ് സെറ്റും ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉള്ളത്. ഇനി അങ്ങോട്ട് നല്ല ലെവലിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് ലാസ്റ്റ് ടിപ്പ് എനിക്ക് പറയാനുള്ളത്, ഫൈൻഡ് വാട്ട് യു ആർ. എല്ലാവർക്കും ഒരു സംഭവം ഉണ്ടാവും, ഒരു ഇൻട്രസ്റ്റിംഗ് ഉള്ള ക്യൂരിയോസിറ്റി ഉള്ള ഒരു സംഭവം ഉണ്ടാവും, ഒരു പർപ്പസ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ പല കാര്യങ്ങളും ട്രൈ ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് നമുക്ക് കത്തുക, ഓ ഇത് നല്ല രസമുണ്ടല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് ഹ്യൂമൻ പൊട്ടൻഷ്യൽ വെറുതെ വേസ്റ്റ് ആക്കാതെ, എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യാതെ, നമ്മൾ എന്തിനാണോ ഉള്ളത്, നമ്മളെ പർപ്പസ് എന്താണോ അത് ചെയ്യാം. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. ഒരു ചെറിയൊരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ഉണ്ടായില്ലേ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.